വർഗീയതയുടെ ഇരുളിൽ ഒരു വജ്രപ്രകാശം. ദീപക് കുമാറിന് കേരളത്തിന്റെ ആദരവുമായി ജോൺ ബ്രിട്ടാസ് MP. മനുഷ്യബന്ധങ്ങൾക്കും മതസൗഹാർദ്ദത്തിനും വലിയ വില കൽപ്പിക്കുന്ന കേരളത്തിന്റെ സ്നേഹാശംസകളുമായി ഒരു ജനപ്രതിനിധി ഉത്തരാഖണ്ഡിലെ കോട്ട്ദ്വാറിലെത്തിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വർഗീയവാദികളുടെ ആക്രോശങ്ങൾക്ക് മുന്നിൽ പതറാതെ ഒരു മുസ്ലിം വയോധികന് കാവലായ ദീപക് കുമാറിനെ സന്ദർശിച്ച് ജോൺ ബ്രിട്ടാസ് MP ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഉത്തരാഖണ്ഡിലെ കോട്ട്ദ്വാറിൽ സംഘപരിവാർ പ്രവർത്തകർ ഒരു മുസ്ലിം വ്യാപാരിയുടെ കടയുടെ പേര് മാറ്റണമെന്നാവശ്യപ്പെട്ട് ഭീഷണി മുഴക്കിയപ്പോൾ 150ഓളം വരുന്ന അക്രമികളെ ഒറ്റയ്ക്ക് നേരിട്ട ധീരനാണ് ദീപക് കുമാർ. പേരാണ് പ്രശ്നമെങ്കിൽ എന്റെ പേര് ഇനി മുതൽ മുഹമ്മദ് ദീപക് എന്നാണെന്ന് പ്രഖ്യാപിച്ച് വർഗീയവാദികളെ പ്രതിരോധിച്ച ദീപക് കുമാർ രാജ്യത്തിന് തന്നെ ഒരു മാതൃകയായിരിക്കുകയാണ്. ഈ ധീരതയ്ക്ക് അഭിവാദ്യം അർപ്പിക്കാനാണ് ജോൺ ബ്രിട്ടാസ് MP കോട്ട്ദ്വാറിൽ നേരിട്ടെത്തിയത്. ദീപകിന്റെ വീട്ടിലെത്തി അദ്ദേഹത്തിന്റെ അമ്മയെയും ഭാര്യയെയും കുഞ്ഞിനെയും കണ്ട ബ്രിട്ടാസ് ചായ വിൽക്കുന്ന ആ അമ്മയുടെ കയ്യിൽ നിന്ന് ഇഞ്ചിയിട്ട ചായ കുടിച്ചാണ് മടങ്ങിയത്. ഭീഷണിയെ തുടർന്ന് ആളൊഴിഞ്ഞുപോയ ദീപകിന്റെ ജിമ്മിൽ വാർഷിക മെമ്പർഷിപ്പ് എടുത്തും ആക്രമിക്കപ്പെട്ട മുഹമ്മദിന്റെ ബാബ തുണിക്കടയിൽ നിന്ന് വസ്ത്രങ്ങൾ വാങ്ങിയും പ്രായോഗികമായ രീതിയിലാണ് MP തന്റെ പിന്തുണ അറിയിച്ചത്. മതമൈത്രിയിൽ അഭിമാനിക്കുന്ന കേരളത്തിന്റെ ആദരവറിയിച്ച ബ്രിട്ടാസ് മുഹമ്മദ് ദീപക് എന്നത് വെറും ഒരു പേരല്ലെന്നും വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ പ്രത്യാശ നാളമാണെന്നും അഭിപ്രായപ്പെട്ടു. ദീപകിനെതിരെ കേസെടുത്ത പ്രാദേശിക പോലീസ് നടപടിയിൽ അദ്ദേഹം ശക്തമായ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. മതഭ്രാന്തിന്റെ പേരിൽ മനുഷ്യരെ വേർതിരിക്കുന്ന കാലത്ത് സ്നേഹത്തിന്റെ വൻമതിലായി നിന്ന ദീപക് കുമാറിനെ പോലുള്ളവർ ഈ നാടിന് നന്മയാണെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയായി ഈ കൂടിക്കാഴ്ച. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.